നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ മാസപ്പടി കരിമണൽ കൊള്ളക്കേസിൽ ഒന്നാം പ്രതി പിണറായി വിജയൻ തന്നെ എന്ന നിലയിൽ അറസ്റ്റിന് മണിക്കൂറുകൾ മാത്രം. മകൾ വീണയുടെ അക്കൗണ്ടിൽ കോടികൾ മാസപ്പടി നൽകിയതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ വഴിവിട്ട സഹായം കരിമണൽ കർത്തയ്ക്ക് ചെയ്തു കൊടുത്തുവെന്ന് വ്യക്തമായിരിക്കെ ഇനി പിണറായി വിജയനെ പിടിച്ചു നിൽക്കാനാകില്ല. അഥവാ പിണറായി വിജയനെ സംരക്ഷിക്കാൻ പാർട്ടിക്കും കഴിയില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും MLA സ്ഥാനത്ത് നിന്നും പിണറായി ഉടൻ പുറത്താകുമെന്ന് വ്യക്തമാണ്. CPM ദേശീയ സംസ്ഥാന നേതൃത്വത്തിന് ഇനി പിണറായി വിജയനെ പിടിച്ചു നിർത്താനാവില്ല. മാസപ്പടി കേസിൽ കർത്ത വെളിവുകേട് പറയുകയാണെന്നും കോഴക്കേസിൽ അടിസ്ഥാനമില്ലെന്നാണ് പിണറായി വിജയൻ വിശദീകരിച്ചിരിക്കുന്നത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ വീണയ്ക്കും പിണറായിക്കും കുരുക്കായി ശശീന്ദ്രൻ കർത്തയുടെ മൊഴി പുറത്തു വന്നിരിക്കെ വീണ ഉടൻ അറസ്റ്റിലാകും. കരാർ നൽകിയത് പിണറായിയുമായുള്ള അടുപ്പം കാരണമാണെന്നാണ് EDക്ക് കർത്തയുടെ മൊഴി. വീണ CMRLന് സേവനം നൽകിയിട്ടില്ല. 2024 ഏപ്രിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. മരവിപ്പിക്കൽ നടപടി സംബന്ധിച്ച് ED അഡ്യൂക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെയും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വീണയുടെ 16.5 ലക്ഷം രൂപയാണ് മരവിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലും കമ്പനിയുടെ പേരിൽ നിക്ഷേപിച്ച പണമാണിത്. വീണയുടെ മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷവും മരവിപ്പിച്ചിട്ടുണ്ട്. വീണയുടെ ലോക്കറും മരവിപ്പിച്ചവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. വീണയുടെ അക്കൗണ്ടിൽ 1.37 ലക്ഷം രൂപയാണുള്ളത്. എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,585. ശശീന്ദ്രൻ കർത്തയുടെയും കുടുംബാംഗങ്ങളുടെയും 26 കോടിയും മരവിപ്പിച്ചു. ഇതുകൂടാതെ വീണയ്ക്ക് വേറെയും തട്ടിപ്പ് കമ്പനികളുണ്ടെന്നും അതിലേക്കൊക്കെ പണം വന്നിട്ടുണ്ടെന്നും ED കണ്ടെത്തിയിരിക്കുന്നു. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞുകൊള്ളൂ എന്നാണ് രാവിലെ പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആഴ്ച പിണറായി വിജയൻ ഒട്ടും വൈകാതെ ED ചോദ്യം ചെയ്യുമെന്നും ഒട്ടും വൈകാതെ പിണറായി അറസ്റ്റിലാവുകയും ചെയ്യുമെന്ന് വ്യക്തമാണ്. വീണ അറസ്റ്റിലായ ആ നിമിഷം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് പുറത്താകും. വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റ് ഉണ്ടായാൽ ഇപ്പോഴത്തെ MLA ആയ മുഹമ്മദ് റിയാസ് ഒരുപക്ഷെ രാജിവെക്കേണ്ടി വരും. അറസ്റ്റ് ഒഴിവാക്കാൻ വീണ വിജയൻ ഒളിവിൽ പോകുമോ എന്നതിൽ കേന്ദ്ര ഏജൻസികൾ ജാഗ്രത പുലർത്തുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള നീക്കം തടയാൻ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ഉണ്ടാകും. വീണ ഉൾപ്പെടുന്ന കേസിൽ അടിയന്തരമായി ഇടപെടാനുള്ള ഒരുക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ ധാരണയായതും വീണയ്ക്ക് കുരുക്കായി മാറുകയാണ്. ഇനിയുള്ള ഏത് നിമിഷവും വീണ അകത്തുപോകും. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ സാഹചര്യമാണ് സംജാതമാവുക. അറസ്റ്റ് ഒഴിവാക്കാൻ വീണ ഒളിവിൽ പോകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അമേരിക്കയിലും ദുബായിലും പിണറായി കുടുംബത്തിന് വൻ ബിസിനസ് ബന്ധങ്ങളുണ്ടെന്ന ആരോപണം മുമ്പ് തന്നെ ശക്തമാണ്. അതിനിടെ വീണ എവിടെയുണ്ടെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കാൻ കേന്ദ്ര ഏജൻസികളും പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഒളിവിൽ പോയാലും കണ്ടെത്താനാണ് ഇത്. മകൾ അറസ്റ്റിലായ പിണറായി വിജയനെ ആ കസേരയിൽ നിന്ന് ഒരു നിമിഷം തുടരാനാവില്ല എന്നിരിക്കെ മുൻപൊരിക്കലും ഉണ്ടാകാത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുകയാണ് CPM. വീണ വിജയൻ അറസ്റ്റിലായാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിൽ പാർട്ടി ആലോചന തുടങ്ങിക്കഴിഞ്ഞു. കേസിൽ പിണറായിക്കും പാർട്ടിക്കും പങ്കില്ലെന്ന നിലപാട് ഉയർത്തി പിണറായിയെ രാജിയിൽ നിന്ന് രക്ഷിക്കാനുള്ള നീക്കത്തിലായിരുന്നു മുമ്പ് CPM. എന്നാൽ നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയനെ രക്ഷിക്കാൻ CPMന് സാധിക്കില്ല. SFI കുറ്റപത്രത്തിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ കള്ളപ്പണ വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ആദായനികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും ഇതിനുശേഷം നടന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും 1,72 ലക്ഷം രൂപ വീണയും കമ്പനിയും സേവനം നൽകാതെ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ. കരിമണൽ കമ്പനിക്ക് എന്ത് സേവനമാണ് വീണ വിജയനും അവരുടെ കമ്പനിയും ചെയ്തു കൊടുത്തത് എന്നതിൽ വ്യക്തമായ ഉത്തരം വീണയ്ക്കും പാർട്ടിക്കും പിണറായി വിജയൻ നൽകാനാകുന്നില്ല. പണം പറ്റിയെങ്കിലും സേവനം കൊടുത്തെന്നും നികുതി അടച്ചാണ് പണം കൈപ്പറ്റിയതെന്നടക്കമുള്ള അഴകുഴമ്പൻ മറുപടിയാണ് പിണറായിയും ഗോവിന്ദനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയെന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയ നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ് കമ്പനി കാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഏറ്റെടുത്തത്. CMRL മാനേജിംഗ് ഡയറക്ടർ ശശീന്ദ്രൻ കർത്ത, മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തുടങ്ങി 13 പേരെ പ്രതി ചേർത്താണ് SFI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണയ വിനിമയ ചട്ട ലംഘനം എന്നിവ SFI കണ്ടെത്തിയാലും EDക്കാണ് ഇത്തരം കേസുകളുടെ പ്രോസിക്യൂഷൻ ചുമതല. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനി അടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കും. ഈ സാഹചര്യത്തിൽ വീണ വിജയൻ 5 വർഷം മുതൽ 8 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുമെന്നാണ് സാഹചര്യം. വീണ വിജയന് മാത്രമല്ല പിണറായി വിജയന്റെ സ്വത്തുക്കളും കണ്ടുകെട്ടാൻ സാധ്യതയുണ്ട്.